ഇന്ത്യയിലെ ഡ്രോൺ ആന്റി ഡ്രോൺ മാനുഫാക്ചറിംഗ് സിസ്റ്റംസ് ഇപ്പോൾ ഇതാ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞു. അർമേനിയയ്ക്ക് ശേഷം ഇതാ അമേരിക്കയിലേക്കും ഇന്ത്യൻ ഡ്രോണുകൾ പറക്കാൻ പോവുകയാണ്. ഇതുവഴി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അടുത്ത 10 വർഷം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുമായിട്ടൊരു ആർട്ടിലറി ഗൺ എക്സ്പോർട്ടിന്റെ കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം ഇതാ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ ഡ്രോണുകൾക്കും ആന്റി ഡ്രോൺ സിസ്റ്റംസിനും വേണ്ടിയിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് തന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുവഴി അമേരിക്കയ്ക്കും നേറ്റോ അലയൻസ് രാജ്യങ്ങൾക്കും ഇന്ത്യൻ ഡ്രോണുകൾ സപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ കഴിഞ്ഞ എയ്റോ ഇന്ത്യ 2025 അവിടെ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേയിൽ വന്നത് ഡ്രോൺ സിസ്റ്റംസും ആന്റി ഡ്രോൺ സിസ്റ്റംസും ആയിരുന്നു. അതുവഴി ഒരുപാട് കോക്കേഷ്യൻ കൺട്രീസും മിഡിൽ ഈസ്റ്റേൺ കൺട്രീസും സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള രാജ്യങ്ങളും ആഫ്രിക്കൻ കൺട്രീസും എല്ലാം വലിയൊരു ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് തന്നെ അവിടെ കറങ്ങി നടക്കുന്നത് നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പരിഗണിക്കാൻ പോകുന്നത് സെൻ ടെക്നോളജീസിന്റെ ആന്റി ഡ്രോൺ സിസ്റ്റംസ് ഇനി അമേരിക്കയിൽ നിർമ്മിക്കാനുള്ള സാധ്യതകളാണ് മുന്നോട്ട് വരുന്നത്. സെൻ ടെക്നോളജി ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആന്റി ഡ്രോൺ സിസ്റ്റം അർമേനിയ വാങ്ങാൻ തീരുമാനിക്കുമ്പോഴാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഓൾറെഡി ഇവരുടെ ആന്റി ഡ്രോൺ സിസ്റ്റംസ് 2021 തന്നെ വാങ്ങിയിട്ടുണ്ട്. ഒരു 227 കോടി രൂപയുടെ 20 കൗണ്ടർ അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റത്തിന്റെ യൂണിറ്റ്സിനുള്ള ഓർഡറാണ് ഇന്ത്യൻ ആർമി കൊടുത്തിരിക്കുന്നത്. സെൻ ടെക്നോളജീസ് അമേരിക്കയിൽ അപ്ലൈഡ് വിഷ്വൽ ടെക്നോളജി ഇൻകോർപ്പറേറ്റഡ് ആയിട്ടും അതുപോലെ ഫ്ലോറിഡ ബേസ്ഡ് ആയിട്ടുള്ള DBA AVT സിമുലേഷൻസുമായിട്ടാണ് കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നത്. എയ്റോ ഇന്ത്യയിൽ സെൻ ടെക്നോളജി വ്യോമ കവച് എന്ന് പറയുന്ന ഒരു ആകാശ കവചം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്യുകയുണ്ടായി. അതിൽ പ്രൊട്ടക്ഷൻ്റെ ഒരു 3 ലെയറാണ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ലെയർ എന്ന് പറയുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഡിറക്ഷൻ ഫൈൻഡിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രോണുകൾ വരുമ്പോൾ അതിൻ്റെ റേഡിയോ സിഗ്നൽസിനെ കണ്ടെത്തി ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വളരെ വലിയ കൂട്ടമായിട്ട് വരുന്ന സ്വാം ഡ്രോണുകളെ പോലും കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജിലാണ് ഈ ജാമിംഗ് സിസ്റ്റംസ് പണി തുടങ്ങുന്നത്. മിക്കവാറും എല്ലാ ഡ്രോണുകളും ഈ ജാമിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അതിൻ്റെ ദിശ നഷ്ടപ്പെട്ട് സ്വയം നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ജാമിംഗ് സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ശത്രുക്കളുടെ ഡ്രോണുകളെ കാമിക്കാസെ ഡ്രോൺസ് ഉപയോഗിച്ച് നശിപ്പിക്കാനും സാധിക്കും. കാമിക്കാസെ ഡ്രോൺസ് എന്ന് പറയുന്നത് ഒരുതരം സൂയിസൈഡ് ഡ്രോൺസ് ആണ്. അതൊരു ലോയിറ്ററിംഗ് മിനിഷനാണ്, ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് ടാർഗറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വയം അത് എന്ന് ടാർഗറ്റിൽ ഇടിച്ച് അത് സ്വയം നശിക്കുകയും ടാർഗറ്റിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് കാമിക്കാസെ ഡ്രോൺസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് എനിമി ഡ്രോൺസിനെ മിസൈൽസ് ഉപയോഗിച്ചിട്ട് നേരിടുക എന്നുള്ളതാണ്. അതുപോലെ വലിയ ശക്തമായ നെറ്റുകൾ ഉപയോഗിച്ച് ഡ്രോണുകളെ പിടിക്കാനുമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കൂടെ വളരെ ശക്തമായ ഒരു ഗണ്ണും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗൺസ് ഈ ടാർഗറ്റുമായിട്ട് ഓട്ടോമാറ്റിക്കലി അലൈൻ ചെയ്തിട്ട് വളരെ ശക്തിയേറിയ ബുള്ളറ്റ് ഫയറിങ് അതിൻ്റെ നേരെ നടത്തിയിട്ട് ഈ ടാർഗറ്റുകളെ ഫിസിക്കലി നശിപ്പിക്കാനായിട്ടും സാധിക്കും. ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് രാജ്യങ്ങൾ സെൻ ടെക്നോളജിയുടെ ആന്റി ഡ്രോൺ സൊല്യൂഷന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാഖുമായിട്ട് ഒരു കോൺട്രാക്ട് താമസിയാതെ തന്നെ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വരുന്ന വിവരങ്ങൾ. സെൻ ടെക്നോളജിയുടെ മറ്റൊരു വലിയൊരു നേട്ടമായിരുന്നു പഴയ കാലത്തെ സ്വീഡിഷ് നിർമ്മിതമായിട്ടുള്ള L-70 ആന്റി എയർക്രാഫ്റ്റ് ഗൺസ് നമ്മളിവിടെ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു ഡ്രോൺ ഹണ്ടിങ് മെഷീനായിട്ട് ഇവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആന്റി ഡ്രോൺ സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന L-70 വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള മറ്റൊരു കമ്പനിയാണ് പാരസ് ഡിഫൻസ് എന്ന് പറയുന്നത്. പാരസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു 40 വർഷം പഴയ ഒരു കമ്പനിയാണ്. ഇവരും റോക്കറ്റ് ടെക്നോളജിയിലും മിസൈൽ ടെക്നോളജിയിലും സ്പേസ് റിസർച്ചിലും നേവൽ സിസ്റ്റത്തിലും ഇലക്ട്രോണിക് വാർഫെയറിലും ഡ്രോൺസിലും ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും എല്ലാം വളരെ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരും ഒരു ഗ്രൗണ്ട് ബേസ്ഡ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രൗണ്ട് ബേസ്ഡ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാരസ് സിസ്റ്റംസ് ആന്റി ഡ്രോൺ ടെക്നോളജിയിലും ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും സോഫ്റ്റ് കിൽ മെത്തേഡ്സിലും ഹാർഡ് കിൽ മെത്തേഡ്സിലുമാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഡ്രോണുകൾ ഓരോ ദിവസം കഴിയുന്നവർ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എൻഗേജ് ചെയ്യുന്ന ടെക്നോളജി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ആന്റി ഡ്രോൺ ടെക്നോളജിയുടെ ഫിലോസഫി പ്രകാരം 4 സെൻസസ് ആണ് ഒരു ഡ്രോണിനെ എൻഗേജ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ആക്റ്റീവ് ഡിറ്റക്ഷൻ, രണ്ടാമത്തെ പാസീവ് ഡിറ്റക്ഷൻ, പിന്നെ ഒന്ന് അക്വസ്റ്റിക് ഡിറ്റക്ഷൻ, പിന്നെ ഒന്ന് ഇലക്ട്രോണിക് ഡിറ്റക്ഷൻ. അങ്ങനെ ഈ ഡ്രോണുകളെ കണ്ടുപിടിക്കാനായിട്ട് പ്രധാനമായിട്ടും ഈ 4 മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹാർഡ് കില്ലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലേസർ ടെക്നോളജിയും ഇലക്ട്രോ മാഗ്നറ്റിക് പൾസസും എല്ലാം ഇന്ന് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മേഖലയിൽ ഒരുപാട് നേട്ടം കൊയ്തിട്ടുള്ള മറ്റൊരു കമ്പനിയാണ് ഗരുഡ എയറോസ്പേസ് എന്ന് പറയുന്നത്. അവരുടെ ലാൻഡ് മൈൻ ഡിറ്റക്ഷനും ഡിഫ്യൂസ്മെന്റ് സിസ്റ്റവും അർമേനിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗരുഡ എയറോസ്പേസ് എയ്റോ ഇന്ത്യ 2025 8 പുതിയ ഡ്രോൺ സിസ്റ്റംസ് ആണ് അൺവെയിൽ ചെയ്തിട്ടുള്ളത്. അതിൽ റോക്കറ്റ് ലോഞ്ചർ ഡ്രോൺസ് ഉണ്ടായിരുന്നു, ലാൻഡ് മൈൻ ഡിറ്റക്ഷൻ ആൻഡ് ഡിഫ്യൂസ്മെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, ലോജിസ്റ്റിക് ഡ്രോൺസ് ഉണ്ടായിരുന്നു, അതുപോലെ തെയിൽസ് ഗരുഡ UTM ഫയർ ഫൈറ്റിംഗ് ഡ്രോൺസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഗ്രനേഡും കാനിസ്റ്ററും ഒക്കെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകളും അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നു.
അടുത്ത ഒരു ദശകത്തിൽ ഇന്ത്യയുടെ ഡ്രോൺ മാർക്കറ്റ് വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. അത് $4 ബില്യൺ മുതൽ $40 ബില്യൺ വരെയുള്ള ബിസിനസ്സാണ് അടുത്ത ഒരു ദശകത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും 2030 വളരെ വലിയൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയെ ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ഡ്രോൺ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ സർക്കാരും കമ്പനികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി നമ്മുടെ GDP-യിൽ മാത്രം 1 മുതൽ 1.5% വരെ വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് മാത്രമല്ല, വരും വർഷങ്ങളിൽ കുറഞ്ഞത് 5 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കാനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നൂതനമായ മിലിറ്ററി ടെക്നോളജിയിൽ ഇന്ത്യ വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇതുപോലെയുള്ള പുതിയ പുതിയ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അത് വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.